നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ നമ്മൾ കണ്ടത് കെ സുധാകരൻ്റെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ വലിയ രീതിയിൽ പിന്നോട്ടടിച്ച ഒരു സാഹചര്യം ഉണ്ട്. ഏകദേശം ഒരാഴ്ചയോളം കേരളത്തിലും ഡൽഹിയിലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്ന ശേഷമാണ് സുധാകരൻ അനുനയിപ്പിക്കാൻ പറ്റിയതും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ ആഗ്രഹത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചത്. പക്ഷെ അവിടുന്ന് ഒരു പരിധിവരെ കോൺഗ്രസ് കരകയറി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് മറ്റൊരു പ്രതിസന്ധി. ഇനി വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിലേക്ക് മറ്റൊരു പ്രതിസന്ധി അല്ലെങ്കിൽ അവരൊരു പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമുണ്ടായത്. അതായത് സംഭവം ഇതാണ്, മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ച. ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ പേര് ഇവിടെ പരസ്യമായിട്ട് പി ജെ കുര്യൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, കെ സുധാകരൻ പറയുന്നു, പി ജെ കുര്യൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യമാണ് ഇപ്പം മുൻപിലുള്ളത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ഇപ്പം കുപ്പായം തയ്പ്പിച്ച് മുന്നിലുള്ളവരുടെ കൂട്ടത്തിൽ നമുക്ക് വി ഡി സതീശനുണ്ട്, കെ സി വേണുഗോപാലുണ്ട്, അങ്ങനെയുള്ള നേതാക്കളുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു വ്യക്തി നേതാവും കൂടെയാണ് രമേശ് ചെന്നിത്തല. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഇവിടെ ഒരുപിടി നേതാക്കൾ പരസ്യമായിട്ട് അല്ലെ പരോക്ഷമായിട്ടും പറയണം. ആ പറഞ്ഞു വരിൽ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളുണ്ട്. ഈ വോട്ടെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ ഈ ഒരു സാഹചര്യം, ഈ ഒരു ചർച്ച കോൺഗ്രസിന് എത്രത്തോളം ഗുണകരമാവും നേട്ടകരം ആവും എന്ന് പറയും. ഈ പറഞ്ഞതിൽ ഇപ്പം ചെന്നിത്തലയുടെ പേര് ഈ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. സതീശൻ എന്തായാലും പ്രതിപക്ഷ നിലയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആവാനില്ല, സംസ്ഥാനത്തായിട്ട് മത്സരിക്കാനില്ല എന്ന് നിലപാടെടുത്ത വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരുകളും ലൈംലൈറ്റിൽ ഇങ്ങനെ ഉണ്ട്. അത് നമുക്കറിയാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർ രണ്ടും തമ്മിലുള്ള തർക്കം മുറുകയാണെങ്കിൽ ചിലപ്പോഴും ഒരു ഹൈക്കമാൻഡ് നിർദ്ദേശമായിട്ട് കേസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം മത്സരിക്കാത്തതുകൊണ്ട് തന്നെ ആ പേര് നമുക്ക് മാറ്റി വെക്കുന്നിരിക്കുന്നല്ല. എനിക്ക് തോന്നുന്നു ഇപ്പം അദ്ദേഹം മത്സരത്തില്ല. പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് നേരിട്ട് മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ലെങ്കിൽ കൂടിയില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഇത് കോൺഗ്രസിന് പിന്നോട്ടടിക്കാനുള്ള തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതവർ മനഃപൂർവ്വം തന്നെ ഒരു നരേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കാരണം ഭരണം ഉറപ്പിച്ചു, ഭരണം UDF അവർ പറഞ്ഞ 100 സീറ്റ് അത് ഉറപ്പിച്ചു. ഇനി മുഖ്യമന്ത്രി ആരാന്ന് അറിഞ്ഞാൽ മതി. നമ്മൾ തുടർഭരണം 2021 മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തുടർഭരണത്തിന് ശ്രമിക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ചർച്ച മുഖ്യമന്ത്രി പിണറായി ആയിരിക്കുമോ അല്ല ശൈലജ ടീച്ചർ ആയിരിക്കുമോ ആണ്. അത് ഭരണം ഉറപ്പിച്ചു, തുടർഭരണം ഉറപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വരണോ ശൈലജ ടീച്ചർ വരണോ, ഈ ചർച്ചയായിരുന്നു അന്ന് നടന്നത്. അത് നമുക്ക് ഒരു വലിയൊരു ഊർജ്ജം നൽകും. കാരണം ഭരണം എന്തായാലും കിട്ടി, ആരും മുഖ്യമന്ത്രി എന്ന് വേണ്ടു. ആ ഒരു നരേഷനാണ് ഇപ്പോൾ UDF ശ്രമിക്കുന്നത് എനിക്ക് വ്യക്തമായി തോന്നുന്നു. കാരണം നമുക്ക് ഭരണം ഉറപ്പാണ്, 100 സീറ്റിൽ തന്നെ ഭരണം ഉറപ്പാണ്. ചെന്നിത്തല മുഖ്യമന്ത്രിയാണോ, സതീശൻ മുഖ്യമന്ത്രിയാണോ, അല്ല കെ സി വേണുഗോപാൽ വേണോ, തരൂർ വേണോ, സുധാകരൻ വേണോ, ആ ചർച്ചയിലൊക്കെ ഇവർ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് ആ നരേഷൻ എത്രത്തോളം ഇപ്പോൾ അതിൻ്റെ സ്കോപ്പ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. കാരണം ഭരണം ഉറപ്പിക്കുന്ന ഒരു ഘടകം ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റില്ല. അതായത് UDF ഭരണം പിടിക്കുന്നില്ല, തുടർഭരണം വീണ്ടും വരുന്ന LDF പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു തുടർഭരണം ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഞാൻ കാണുന്നില്ല. അപ്പോൾ ഒരു മനഃപൂർവ്വ നരേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് UDF ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ ശ്രമിക്കും എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞല്ലോ അധികാരമോഹത്തിൻ്റെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയുടെ മോഹത്തിൻ്റെയും തർക്കങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ നമ്മൾ സുധാകരനെ പറഞ്ഞല്ലോ, സുധാകരൻ പിന്നെ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിച്ചു, അത് നടന്നില്ലാന്ന്. ആ സുധാകരൻ തന്നെയാണ് മുഖ്യമന്ത്രി കസേരകൾ ആദ്യം വെടി പൊട്ടിച്ചത് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്തിട്ട്. എൻ്റെ ആഗ്രഹം ചെന്നിത്തല മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. തൊട്ട് പിന്നാലെ പി ജെ കുര്യൻ പറഞ്ഞു. ഇത് രണ്ടും പറഞ്ഞപ്പോൾ തന്നെ കേസ് വേണുഗോപാൽ എന്ന് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, വ്യക്തിപരമായി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ചെന്നിത്തലയുടെ പേരുകൾ ഇപ്പം സലീം കുമാർ കഴിഞ്ഞ ദിവസം പറവൂരിലെ സലീം കുമാർ രാഷ്ട്രീയക്കാരനായിട്ട് പറയണമെന്നില്ല, പക്ഷേ കോൺഗ്രസ് സഹയാത്രികരാണ്. അവരെ പ്രചരണത്തിന് പോയപ്പം പറവൂർ പറഞ്ഞു, ഇത്രയും നാൾ നമ്മൾ സതീശൻ ചേട്ടനെ MLA ആയിട്ടാണ് ജയിപ്പിച്ചിട്ടത്, ഇനി കേരളത്തെ നയിക്കാനുള്ള ഒരാളായിട്ട് അവിടുന്നത്. കാരണം അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചെന്നിത്തലയുടെ പേരും അല്ല സതീശൻ്റെ പേരും എന്തായാലും വരുന്ന ഉറപ്പാണല്ലോ, അവരുടെ ഇല്ലാതുള്ളത്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ സാധ്യതകൾ പരിശോധിക്കുന്ന നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ വ്യക്തിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെന്നിത്തലക്ക് ഇപ്പം മുതിർന്ന നേതാവ്, ഹൈക്കമാൻഡുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളൊരു നേതാവ് എന്നുള്ളത് പരിഗണന ചെന്നിത്തലക്ക് ഉണ്ട്. പിന്നെ നായർ വോട്ടറിൻ്റെ അല്ലെങ്കിൽ നായർ സർവീസ് NSSൻ്റെ ഒരു പിന്തുണ അത് ചെന്നിത്തലക്ക് ഉണ്ട്, വലിയൊരു പിന്തുണയുണ്ട്. ഇതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയോ മുഖ്യമന്ത്രിയാവുന്ന നോക്കുകയല്ല, പക്ഷേ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുന്ന ഒരു സ്വാധീനമുള്ള ഘടകമാണ് ഇതൊക്കെ. NSSൻ്റെ പിന്തുണയൊക്കെ അങ്ങനെ ഒരു ആ പിന്തുണയുണ്ട്. സതീശൻ ആ പിന്തുണ ലഭിക്കുന്നേ ഇല്ല, ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നു. പിന്നെ MLA-മാരുടെ പിന്തുണയിലേക്ക് വരുമ്പോഴാണ് കളി മാറുക. എന്താണെന്നാലും ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവൊന്നും മാറ്റിയിട്ട് സതീശൻ പ്രതിപക്ഷ നേതാവുന്നത് MLA-മാരുടെ പിന്തുണയാണല്ലോ അതിനുശേഷം ജയിച്ചു വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ ചെന്നിത്തലക്ക് വലിയ സ്കോപ്പ് ഇല്ല. ചെന്നിത്തല നിർദ്ദേശം പലരും എടുത്തിട്ടില്ല. സതീശന് ഒരു പരിധി സപ്പോർട്ട് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ റോൾ വരുന്നതാണ് കെ സി വേണുഗോപാൽ വരുന്നത്. കാരണം കെ സി വേണുഗോപാൽ പിന്തുണക്കാൻ കെ സി വേണുഗോപാൽ നിർദ്ദേശങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ MLA സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. അപ്പം അവർ ജയിച്ചു വന്നാൽ അതിൻ്റെ പിന്തുണ ഈ പറഞ്ഞ് തർക്കങ്ങൾ മുറുകുകയാണെങ്കിൽ അപ്പോൾ ഹൈക്കമാൻഡ് ഇടപെടുകയാണെങ്കിൽ ഒരു ഹൈക്കമാൻഡിൽ ഹൈക്കമാൻഡിൽ ഇപ്പോൾ ഏറ്റവും കേരളത്തെ പ്രിയം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഏറ്റവും വലിയ നേതാവായി കാണുന്ന കെ സി വേണുഗോപാലിനെ തന്നെയാണ്. അദ്ദേഹത്തിനെ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയെ നിയമിച്ചാൽ ആരും അതിനെ എതിർക്കില്ല. ഈ പറഞ്ഞ ചെന്നിത്തലയോ സതീശനോ ഒന്നും എതിർക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കേരളം ഭരിക്കാൻ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിട്ടിട്ട് കെ സി വേണുഗോപാലും വന്നേക്കാം. ഇപ്പോൾ രജനിപ്പം ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞു. പക്ഷേ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് വലിയ ഒരു ആരോപണങ്ങൾ തെളിവ് സഹിതം അല്ലെങ്കിൽ ഒരു വലിയ ഡേറ്റ സഹിതം മുമ്പിലേക്ക് അവതരിപ്പിച്ച നേതാവാണ് രമേശ് ചെന്നിത്തല. പക്ഷെ ആ സമയത്ത് പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് UDF-ൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ആവശ്യമായ പിന്തുണ ലഭിച്ചിട്ടില്ല.
അങ്ങനെ ഒരു സാഹചര്യത്തിന് ശേഷമാണ് പിന്നെ വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വരുന്നു, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. അന്നിപ്പോൾ ലിജിപ്പം പറഞ്ഞ പോലെ തന്നെ MLA-മാരുടെ പിന്തുണയോടുകൂടി സതീശന് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഈ 2026 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഈ അവസാന വർഷം രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന വർഷത്തിൽ ഈ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സജീവ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം കളത്തിൽ സജീവമായിരുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലാതെ അദ്ദേഹം പ്രസ് മീറ്റ് നടത്തുകയും അദ്ദേഹം പല വിഷയങ്ങളിലും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്നതിനേക്കാളും ക്ലാരിറ്റിയുടെ പല കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പറയേണ്ടത് ഈ സമീപകാലത്ത് നടന്ന കാര്യം, അതായത് സുധാകരന്റെ വിഷയത്തിൽ ഈ സുധാകരൻ ഡൽഹിയിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് മത്സരിക്കാനുള്ള ആഗ്രഹവുമായി ഡൽഹിയിലെത്തി അവിടെ ഹൈക്കമാൻഡുമായിട്ട് ചർച്ചകൾ നടത്തുമ്പോൾ ഈ സുധാകരനുമായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയത് ചെന്നിത്തലയാണ്. ഞാൻ ഈ കാര്യം കഴിഞ്ഞ മീറ്റിംഗിലോ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. സുധാകരനുമായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയത് ചെന്നിത്തലയാണ്. അപ്പൊ ഇവര് തമ്മിൽ അവിടെ ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അതായത് ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അവിടെ ഈ കളത്തിലില്ലാതിരുന്ന വ്യക്തിയാണ് സതീശൻ. സതീശന്റെ ചർച്ചകൾ ഈ സുധാകരനുമായിട്ട് ചർച്ചകളിൽ ഇല്ലായിരുന്നു. അതിലൊക്കെ ചെന്നിത്തല ഉണ്ടായിരുന്നു. സതീശന്റെ പ്രശ്നം അറിയോ, ഈ കണ്ണൂർ വികാരം കത്തിച്ചുകൊണ്ട് സുധാകരൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ അതിന്റെ ചെന്നിത്തല സതീശൻ പറഞ്ഞു, ഞാൻ വിളിച്ചിരുന്നു സംസാരിച്ചു, അത് അദ്ദേഹത്തിന് അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതായി അറിയില്ല, അത് അദ്ദേഹം ഇട്ടല്ലാണ്. തൊട്ട് പിന്നാലെ വന്നിട്ട് അത് അദ്ദേഹം സതീശൻ കൈന്നിട്ട് പറഞ്ഞാണ്. നമുക്കറിയാം സതീശൻ ഇപ്പോൾ ഒരു നിലപാട്, സതീശൻ ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നതും ഏറ്റവും നെഗറ്റിവിറ്റിയും ഇപ്പോഴാണ്. അദ്ദേഹം പറയുന്ന വസ്തുതകൾ പറയുന്നതിനെ അപ്പം തന്നെ ഗണ്ണിക്കപ്പെടുന്നു. അത് പ്രതിപക്ഷമോ അല്ല ഭരണപക്ഷമോ അല്ലെങ്കിൽ LDF-കാരോ CPM-കാരോ നുണേഷൻ പോയി എന്ന് പറഞ്ഞൊരു പേജ് ഫേസ്ബുക്ക് പേജ് തന്നെ അദ്ദേഹത്തിനെതിരെ നടക്കുമെന്ന് നമുക്കറിയാം. അതെല്ലാം PR എനിക്ക് അനുകൂലമാണ്, PR എന്നാണെന്ന് സതീശൻ പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞതിനെ തൊട്ട് പിന്നാലെ സുധാകരൻ എന്ന് പറയുന്നു. ആ പോസ്റ്റ് ഞാനിട്ടാണ്, എന്നെ സതീശൻ സംസാരിച്ചിട്ടില്ല എന്ന്. കാരണം സതീശൻ വന്നിട്ട് അത് അദ്ദേഹം ഇട്ടല്ല, അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഇല്ല പറയുന്നു. സുധാകരൻ വന്നിട്ട് പറഞ്ഞു, എന്നെ സതീശൻ വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ ചെയ്തതല്ലാന്ന്. അതുപോലെ തന്നെ UDF-ന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ പല വാക്കുകളും പ്രസ്താവന നമുക്ക് എടുത്തു നോക്കാൻ വേണ്ടി ഇതുപോലെ പിന്നെ അദ്ദേഹം പറഞ്ഞത് തിരുത്തി പറയുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു നിലപാടിലേക്കാണ് സതീശൻ പോകുന്നത്. സതീശൻ പറഞ്ഞു വെക്കുന്നത് ഞാൻ സുധാകരൻ തമ്മിൽ നല്ല ബന്ധമാണ്, ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചുള്ളത്. തൊട്ട് വരുവാൻ സുധാകരൻ പറയാണ്, എന്നെ വിളിച്ചിട്ടില്ലെന്നേ, നമ്മൾ സംസാരിച്ചിട്ടില്ലെന്ന്. അങ്ങനെ ഒരു എന്തിനു വേണ്ടിയാണെന്നറിയില്ല സതീശൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. അതൊക്കെ ഇവർ തമ്മിൽ ബന്ധത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ചെന്നിത്തല ക്ലിയർ ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. ചെന്നിത്തല സംസാരിക്കുന്നത് മാധ്യമങ്ങൾക്ക് വെറുതെ ആളാവാൻ വേണ്ടി പറയുന്നില്ല. ഈ പറയുന്ന പോലെ ഞാൻ വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ല. സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ പറയേണ്ടത് മാത്രം പറഞ്ഞാണ് ചെന്നിത്തല വന്നത്. ആ ഒരു പക്വതയും ഒരു പാകതയും ചെന്നിത്തല കാണിക്കുന്നുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടാണ് ചെന്നിത്തല നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ആക്റ്റീവായി നിൽക്കുന്നതിൽ. ആ ഒരു പക്വതയും പാകതയും അദ്ദേഹം കാണിക്കുന്നുണ്ട്. അത് ചെന്നിത്തലയ്ക്ക് സതീശനെ കാണിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ഇവർ തമ്മിൽ വ്യത്യാസം വരുന്നത്. പിന്നെ വേറൊരു കാര്യം നമുക്കറിയാം, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവായിട്ട് 5 കൊല്ലം UDF-നെ നയിച്ചത് സതീശൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അദ്ദേഹം തന്നെ എന്തുകൊണ്ടും പിന്നെ മുഖ്യമന്ത്രി കസേര അർഹനല്ലേ കഴിക്കാം. പക്ഷെ ഇവിടെ തൊട്ടടുത്ത കർണാടകയിലെ കേസ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. DK ശിവകുമാർ സിദ്ധരാമയ്യ നിൽക്കുന്ന സമയത്ത് BJP നടന്ന കാലത്ത് DK ശിവകുമാറാണ് പോരാട്ടം മൊത്തം നയിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അടുത്ത PCC പ്രസിഡന്റാണ്, അദ്ദേഹം പോരാട്ടം ശരിക്കും നയിക്കുന്നുണ്ട്. സിദ്ധരാമയ്യ എന്നൊരു വലിയ നേതാവ് വഴിയുണ്ട്, അദ്ദേഹം തന്നെ പിന്നെ എല്ലാ കാര്യത്തിലും മുന്നിലുണ്ട്, പദവികളെല്ലാം ഉണ്ട്. പക്ഷേ ശിവകുമാർ പാർട്ടി അധ്യക്ഷൻ നിലയിൽ ഇത് നയിക്കുന്നു, ഭരണം പിടിക്കുന്നു. ആ ഭരണം പിടിക്കുന്നതിൽ നിർണായക സ്വാധീനം അല്ലെങ്കിൽ നിർണായക നേതൃത്വം വഹിച്ചത് DK ശിവകുമാറാണ്. പക്ഷേ മുഖ്യമന്ത്രി കസേര വന്നപ്പോൾ വീണ്ടും മാറി സിദ്ധരാമയ്യനെ ഇത് കൊടുക്കേണ്ട രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ സതീശൻ നയിക്കുന്നുണ്ട്, പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് നിലയിൽ സതീശൻ നയിക്കുന്നുണ്ട്, സതീശൻ മുന്നോട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ വന്നാലും ഭരണം കിട്ടിക്കഴിയുമ്പോഴേക്ക് ഈ പറഞ്ഞ ചെന്നിത്തലക്ക് തന്നെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ചെന്നിത്തല മുഖ്യമന്ത്രി പദവിക്ക് അർഹനല്ല എന്ന് പറയുന്ന ആർക്കും, സതീശൻ ഉൾപ്പെടെ ആർക്കും വേണ്ടി പറ്റില്ല. അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിട്ടുണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. പക്ഷേ ഇപ്രാവശ്യം മുഖ്യമന്ത്രി കസേര ചെന്നിത്തല കിട്ടുന്നില്ലെങ്കിൽ, സതീശനാണ് വരുന്നെങ്കിൽ, ഇനി അടുത്ത ടൈം കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം കൊണ്ട് മരണം മാറുന്ന ഒരു സ്കീമായിരുന്നല്ലോ കേരളത്തിലുള്ളത്. ആ ട്രെൻഡിനനുസരിച്ച് മാറി വന്ന് പിന്നെ ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി കസേര കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ചെന്നിത്തലയ്ക്ക് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഇല്ല. നമ്മൾ കഴിഞ്ഞ വർഷം പറയുമ്പോൾ സുധാകരൻ്റെ കേസ് പറഞ്ഞല്ലോ, സുധാകരൻ നല്ലൊരു വകുപ്പ് പോലും കിട്ടിയിട്ടില്ല, മന്ത്രിയായിട്ട് നല്ലൊരു വകുപ്പിൽ പോലും അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ആവുന്നില്ല, ഒരു ആഭ്യന്തരമന്ത്രി കസേരക്കൊക്കെയാണ് സുധാകരൻ ശ്രമിച്ചത്, അത് നടന്നില്ല. അപ്പോൾ സുധാകരൻ എന്തറിയാം, ഇപ്പം തന്റെ വിഷമം സുധാകരൻ എന്തായാലും ആ വിഷമമുണ്ട്, അദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ പറയുന്നുണ്ട്. PJ കുര്യൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വരുന്നത് ചെന്നിത്തല ഒരു മുതിർന്ന നേതാവാണ്, ചെന്നിത്തലയ്ക്ക് ഇത് ഒരു പദവിക്ക് അർഹതയുണ്ട്, അത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്നത്. ഈ പറഞ്ഞ ഹൈക്കമാൻഡിന്റെ പിന്തുണയും ചെന്നിത്തലക്ക് ആ രീതിയിൽ തന്നെ കിട്ടുന്നത് ഞാൻ കരുതുന്നത്. പക്ഷേ നേരെ മറിച്ച് വരുന്നൊരു പിന്നെ ചെന്നിത്തല നേരിടുന്ന ഒരു വെല്ലുവിളി ടീം സതീശൻ, അതായത് ഒരു യുവനേതൃയായിട്ട് സതീശൻ നിൽക്കുന്നുണ്ട്. സതീശന്റെ മേൽമി അതാണ്, ഒരു യുവനിരയേണ്ട ഒരു പുതിയ മുഖമുണ്ട്. പക്ഷേ ഇപ്പോൾ അതിലൊക്കെ പിന്നെ സമുദായ സംഘടനയുടെ പിന്തുണ വരുന്നില്ല, സതീശൻ വരുന്നില്ല. ഈ പറഞ്ഞ ക്രെഡിബിലിറ്റിയുടെ, നിങ്ങളുടെ ക്രെഡിബിലിറ്റി നോക്കണമെന്ന് സതീശൻ എല്ലാവരും പറയുന്നുണ്ട്. സതീശന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് ഇപ്പോൾ വലിയ ചോദ്യം വരുന്നുണ്ട്. അതെന്തായാലും ഹൈക്കമാൻഡിന് മുമ്പിലും കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ മുമ്പിലൊക്കെ ഉണ്ട്, അതും ചർച്ചയാവുമല്ലോ. ഇപ്പോൾ ലിജിൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ
ഈ കർണാടകയിലെ കാര്യമുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, ഈ മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് വരുമ്പോഴത്തേക്കും ഹൈക്കമാൻഡ് തീരുമാനിക്കും, ഹൈക്കമാൻഡും നമ്മളെ MLA-മാരും തീരുമാനിക്കും എന്നാണ് ആ ഒരു ലൈനാണ് സതീശൻ പറയുന്നത്. ആ പറയുന്ന രീതിയിൽ തന്നെ ആ കൂട്ടത്തിൽ സതീശൻ പറയുന്ന കാര്യമുണ്ട്. രാജസ്ഥാനിലും കർണാടകയിലും എങ്ങനെയാണോ ഹൈക്കമാൻഡ് തീരുമാനം എടുത്തത് അതുപോലെ തന്നെ ആയിരിക്കും കേരളത്തിലും തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോൾ ലിജിൻ പറഞ്ഞ പോലെ ഇപ്പൊ കർണാടകയിലെ അവസ്ഥ എന്താണെന്ന് നോക്കണം. അവിടെ സിദ്ധരാമയ്യ ഉണ്ട്, DK ശിവകുമാറുണ്ട്. ഇവർ രണ്ട് ശക്തികളായിട്ട് നടത്തിക്കുകയാണ്. ആ സർക്കാർ ഒരു മുൾമുനയെ കൂടെയാണ് അവിടെ കടന്നു പോകുന്നത്. അധികാരം DK പറയുന്നു, അത് സിദ്ധരാമയ്യയുടെ എന്ന് പറയുന്നുണ്ട്. അതിപ്പോ സുധാകരൻ പറഞ്ഞല്ലോ, പിന്നെ KPC പ്രസ്ഥാനം ഒഴിയുമ്പോൾ ഒരു കേരള രാഷ്ട്രീയത്തിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു നിയമസഭാ സീറ്റ് എനിക്ക് വന്നതെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ അദ്ദേഹം പിന്നെ പരസ്യമായിട്ടത് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ടേമും വ്യവസ്ഥയൊക്കെ കൊടുക്കുന്നതും പാലിക്കാതെ പോകുന്നൊക്കെ നമ്മൾ കോൺഗ്രസ് കാണുന്നത്. കേരളത്തിലെ ടേം വ്യവസ്ഥ പ്രാവർത്തികമാവില്ല. ഇവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാവുന്ന വെച്ചാൽ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു വലിയൊരു പറയട്ടെ, ഈ മുഖ്യമന്ത്രി ആരായി വന്നാലും ഇനിയിപ്പോൾ UDF അധികാരം ലഭിച്ചാലാണ്, ഞാൻ ആദ്യം പറഞ്ഞ തന്നെ ഇപ്പോഴും അതിന്റെ ഒരു ചിത്രം തെളിഞ്ഞിട്ടൊന്നുമില്ല. ഇവർ പറഞ്ഞ പോലെ ലഭിച്ചു കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രി സ്ഥാനം സ്വസ്ഥത ഉണ്ടാവില്ല, കൂടെ ഇരിക്കുന്ന സ്വസ്ഥത കൊടുക്കില്ല, സ്വസ്ഥമായിട്ട് ഭരിക്കാൻ പറ്റില്ല. അത് ഉറപ്പാണ്. KC ആണെങ്കിൽ അതിനൊരു പരിധിവരെ പരിഹാരം ഉണ്ടാവും, നടക്കില്ല. പക്ഷെ ചെന്നിത്തലായാലും സതീശനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിപ്പം നമുക്ക് കൂടുതലൊന്നും പറയണ്ട. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ എന്തായിരുന്നു അവസ്ഥ, ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എങ്ങനെയായിരുന്നു സർക്കാരിനെ കണ്ടതെന്നും വിമർശനം വെച്ചാൽ നമുക്കറിയാം. ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ CPM എന്നോ അല്ലെങ്കിൽ CPM LDF ആയിരുന്നില്ല, UDF തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായതും പിന്നെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതും. അതുപോലെ തന്നെ ആയിരിക്കും 5 വർഷമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്, ഇവർക്ക് ലഭിച്ചാൽ, ഇപ്പോഴും ലഭിച്ചാൽ. പക്ഷേ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന UDF പരിപാടിയിൽ ചെന്നിത്തലയുടെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയ്ക്കൊപ്പം ഉള്ള വെച്ചിരിക്കുന്ന തൊപ്പിയിലെ ഫോട്ടോ രമേശ് ചെന്നിത്തലയുടെയാണ്. അതിന് ഈ വിശ്രീയുടെ ഫോട്ടോയുണ്ട്, അതിലും ചെന്നിത്തലയാണ്. അത് ആര് വിതരണം ചെയ്തു, അത് എങ്ങനെ അവിടെ വന്നെന്ന് DCCക്ക് പോലും അറിയില്ല. ഈ ചടങ്ങ് ആരംഭിക്കേണ്ട ഇത്ര മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ തന്നെ ഈ സാധനം അവിടെ എല്ലാവർക്കും കുറച്ച് നേതാക്കൾക്ക് കിട്ടിയിട്ടുണ്ട്, നേതാക്കളെ സാധാരണ പ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചുപേര് അത് വലിച്ചു കയറി കളയുന്നുണ്ട്, കുറച്ചുപേര് തലയിൽ വെക്കുന്നുണ്ട്. പക്ഷെ അത് അവിടെ ആരാണ് ഈ സാധനം എത്തിച്ചത് എന്നുള്ള കാര്യം കോൺഗ്രസിന് അത് ഇവർക്ക് അറിയില്ല, ഇതാരാണ് ചെയ്തതെന്ന്. പക്ഷെ അവിടെയും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആരൊക്കെയോ ഈ രണ്ടുപേരും അതിനിടയ്ക്ക് ശശി തരൂരിന്റെ പേരൊക്കെ ചർച്ചയിലുണ്ടായിരുന്നല്ലോ. തരൂരൊക്കെ സീൻ വിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ മറ്റു നേതാക്കൾ സുധാകരൻ ഇപ്പൊ സീൻ വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ രണ്ട് പേരുകൾ ചെന്നിത്തല, സതീശൻ, ഈ രണ്ട് തന്നെ എടുക്കുന്നത്. അതിലിപ്പോൾ അർഹത ഈ പറഞ്ഞ നമുക്ക് പറയാൻ വേണ്ടി അത് പാർട്ടി ഈ പറഞ്ഞ ഹൈക്കമാൻഡ് എന്നുള്ളൊരു ഹൈക്കമാൻഡ് ആരാണ് ഇപ്പോൾ കമാൻഡ് കൊടുക്കുന്നത് നമുക്കറിയാം. പിന്നെ ഈ പറഞ്ഞ MLA-മാരെ പിന്തുണ, അത് രണ്ടും വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ അടിയിലേക്കാണ് പോകുന്നെങ്കിൽ KC വന്നാൽ അതായിരിക്കും ചിലപ്പോൾ നാടിനും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തല്ലുകൂടിയിട്ട് ടൈമുകളെ നിൽക്കാൻ നല്ലത് ഒരു നേതൃനിരയിൽ ഒരാൾ നേരെ നിന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു എതിർസ്വരങ്ങളെ ഒന്നിച്ചുള്ളവരെ കൂടി ഒരു കമാൻഡിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹൈക്കമാൻഡ് അവിടെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടീം സതീശനും ടീം ചെന്നിത്തലയും തമ്മിൽ അങ്ങോട്ടുള്ള പ്രശ്നം തന്നെ പിന്നെ ഭരണം എങ്ങോട്ട് പോകുന്നു കാത്തിരുന്ന് കാണേണ്ടി വരും.